മുസ്ലിം ലീഗ് ഇടപെട്ടാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പതിവ് ധാരണ കൂടിയാണ് ഇവിടെ അൻവറിന്റെ കാര്യത്തിൽ തെറ്റിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ലീഗ് നേതൃത്വം ഇത്രത്തോളം ആവശ്യം ഉന്നയിച്ചിട്ടും അൻവറിനെ ഒപ്പം കൂട്ടണം, ഒരു അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിൽ പോലുമെങ്കിലും ഒപ്പം കൂട്ടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും അത് ചെവിക്കൊള്ളാതിരുന്നത്, പ്രത്യേകിച്ച് VD സതീശൻ അതിനോട് മുഖം തിരിച്ചത് എന്തുകൊണ്ടാകും? ലീഗിൻ്റെ ഏറ്റവും വലിയ ഒരു ആധിയും പരാതിയും VD സതീശൻ ഇതിനോട് കാണിച്ച സമീപനത്തിനാണ്. VD സതീശന് ഈ ഒരു വിഷയത്തിൽ ഒരു താല്പര്യക്കുറവ് ഉണ്ടായ പോലെ ലീഗിന് അനുഭവപ്പെടുന്നുണ്ട്. അതിലേക്ക് നയിച്ച കാരണം സീറ്റിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ്. PV അൻവർ ആവശ്യപ്പെട്ട ആദ്യം 2 സീറ്റുകൾ ആവശ്യപ്പെട്ടത് അത് UDFന് നൽകാനാകില്ലെന്ന് പറഞ്ഞു. തുടർന്ന് സിറ്റിംഗ് സീറ്റാണ് അൻവർ വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സിറ്റിംഗ് സീറ്റ് വേണമെന്ന് അൻവറിൻ്റെ ആവശ്യം, അതും ഈ കോൺഗ്രസിനെ പ്രത്യേകിച്ച് VD സതീശന് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാഹചര്യമല്ല. ലീഗ് വേണമെങ്കിൽ സീറ്റ് നൽകിക്കോട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ ലീഗിന് അത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അൻവർ തൻ്റെ സിറ്റിംഗ് സീറ്റ് നൽകിയത് മുസ്ലിം ലീഗിനല്ല, കോൺഗ്രസിനാണ്. അപ്പോൾ കോൺഗ്രസിനാണ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്. അങ്ങനെയാണെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് എന്ന കാര്യത്തിലേക്ക് അൻവർ വരുമ്പോൾ അത് നൽകുവാനും കോൺഗ്രസിന് താല്പര്യം വരുന്നില്ല. അപ്പോൾ ഈ സീറ്റിനെ ചൊല്ലിയിട്ടുള്ള ഒരു തർക്കം അത് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങളെ വഷളാക്കി VD സതീശന് അതിലൊരു കൃത്യമായ സൊല്യൂഷനിലേക്ക് എത്തുവാനും കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു ഈ വിഷയം ഇത്രയും നീണ്ടുപോകാനും ഇത്രയും ഗുരുതരമാകാനുമുള്ള ഒരു കാരണം ഒരു സിറ്റിംഗ് സീറ്റ് അൻവർ വിട്ടു നൽകിയിട്ടും അൻവറിന് വിജയസാധ്യതയുള്ളൊരു സീറ്റ് വാഗ്ദാനം ചെയ്യാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇങ്ങനെ വഴിതിരിഞ്ഞു പോകാനുള്ള ഒരു കാരണമായി വിലയിരുത്തുന്നതും. ഏതാണെങ്കിലും ഇനി അതേ വിഷയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ അൻവർ നെക്സസ് എന്ന വലിയ ആക്ഷേപം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി വിജയനും VD സതീശനും നെക്സസ് ആണെന്ന ഒരു ഗുരുതരമായ ആക്ഷേപത്തിലേക്ക് ഈ കാര്യങ്ങളെ എത്തിച്ചതും ഈ ഒരു VD സതീശൻ തീരുമാനമെടുക്കുന്നതിൽ വന്ന കാലതാമസമാണ്, അതിൻ്റെ പിന്നിലെ കാര്യങ്ങളുമാണ്. ആര്യ, തീർച്ചയായും അനുമോദം തുടരുക. അനുമോദിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, എന്തായാലും ഈ രാഷ്ട്രീയ വിഷയം UDFനകത്ത് ഇത്തരത്തിൽ പുകയുമ്പോഴും ഇനി നമ്മൾ നിലമ്പൂരിലെ ഒരു പൊതു ചിത്രത്തിലേക്ക് എത്തിയാൽ ഇന്ന് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസമാണ്. സ്വരാജും അൻവറും BJP സ്ഥാനാർത്ഥിയും ഒക്കെ ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നത്. അതോടൊപ്പം നേരത്തെ നമുക്കറിയാം SDP-യുടെ സ്ഥാനാർത്ഥിയൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടോ എന്നുള്ളതിൻ്റെ മൊത്തം മത്സരത്തിന് ഒരു പൊതുചിത്രം ഇന്ന് വ്യക്തമാകുന്ന ഒരു ദിവസം കൂടിയാണ്. ഇവരൊക്കെ പത്രിക സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ പത്രിക സമർപ്പിക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുന്ന ഒരു ദിവസമാണെന്ന്. കാരണം ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഏറ്റവും കൃത്യമായ ഒരു ചിത്രം ലഭിക്കും. നമ്മളിപ്പോൾ ഉള്ളത് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വീട്ടിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം വീട്ടിൽ നിന്നിറങ്ങുകയും പര്യടന പരിപാടികൾക്ക് അല്ലെങ്കിൽ പ്രചരണ പരിപാടികൾക്ക് തുടക്കമിടുകയും ചെയ്യും. ഏതാണ്ട് 10:00-ഓടുകൂടി പത്രിക സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ വിവരം നൽകിയിരിക്കുന്നത്. രാവിലെ വിവിധ ഇടങ്ങളിലെ ആളുകളെയൊക്കെ സന്ദർശിച്ച ശേഷം പിന്നീട് ചന്തക്കുന്ന് ഭാഗത്തേക്ക് എത്തുകയും അവിടെ നിന്നും പ്രകടനമായി നേതാക്കളോടൊപ്പം പിന്നീട് താലൂക്ക് ഓഫീസിലെത്തി പത്രിക സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒരു സർപ്രൈസ് എൻട്രിയായി വരുന്ന തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം നടക്കും. എന്തായാലും M സ്വരാജ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം പത്രികാ സമർപ്പണ ദിവസമാണ്, ഏറെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. അദ്ദേഹം ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇന്നലെ വലിയ ആവേശം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കം പ്രകടമായിരുന്നു. വലിയൊരു ജനക്കൂട്ടം ഇന്നലെ കൺവെൻഷനിലെത്തുന്ന ഒരു കാഴ്ച, സ്ഥാനാർത്ഥി ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അതിന്റെ ഒരു സന്തോഷമൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. ഒരു വലിയ സ്വീകരണമാണ് ഇന്നലെ കൺവെൻഷനിൽ. ഒരുപക്ഷെ നിലമ്പൂർ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വലിയ ജനക്കൂട്ടം. നിങ്ങളെല്ലാവരും ഇവിടെ വന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനകത്ത് റെഡി ആയിട്ട് ഇറങ്ങിയിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങളെ സഹപ്രവർത്തകർ തന്നെ കുറച്ച് പേര് രാവിലെ 7:30 തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ചുപേര് ഇവിടെ എത്തി. നിങ്ങൾ തമ്മിൽ പണമോന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് കൊടുക്കാൻ പാടില്ല, അവിടുന്ന് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്താ നിങ്ങൾ ചോദിച്ചെന്താ? LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ . അഭൂതപൂർവമായ വലിയ ജനപിന്തുണയാണ്
യെസ്, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ. ഞങ്ങളുടെ റോഡ് ഷോയും ഇന്നലെ നടന്ന മണ്ഡലം കൺവെൻഷനെല്ലാം നിങ്ങളെല്ലാവരും സാക്ഷിയാണ്, എല്ലാറ്റിനും സാക്ഷിയാണ്. ആർത്തിരമ്പി എത്തിയ, നാടാകെ ഒഴുകിയെത്തിയ ഒരു അത്യാവേശകരമായ അനുഭവമാണ് ഉണ്ടായത്. അങ്ങനെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ച പ്രിയപ്പെട്ട നാടിനെ, ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഹൃദയാഭിവാദനം. അവർക്കെല്ലാം നന്ദി പറയേണ്ട ആവശ്യമില്ല, അവരെല്ലാം അവരുടെ ഒരു കടമ പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ വലിയ ആവേശത്തിലാണ് LDF പ്രവർത്തകർ. സ്വാഭാവികമായും സ്ഥാനാർത്ഥിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. നിങ്ങളിലൂടെ ഞാൻ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും. 4 സ്ഥാനാർത്ഥികളുണ്ട് ഈ മത്സര രംഗത്ത്. അത് എങ്ങനെയായിരിക്കും ഈ വിജയ സാധ്യതയെ കൂടുതൽ കൂട്ടുന്നുണ്ടോ? 4 സ്ഥാനാർത്ഥികൾ. ഞാൻ ഈ കാര്യം മുമ്പും പറഞ്ഞിരുന്നു. എത്ര സ്ഥാനാർത്ഥികളുണ്ടെന്നുള്ളത് നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അന്തിമമായിട്ട് അറിയാൻ കഴിയുക. എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. കൂടുതൽ പേർ മത്സരിക്കുമ്പോൾ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും മത്സരിക്കട്ടെ. ജനങ്ങൾക്കപ്പോൾ നല്ല നിലയിൽ തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതി വിനിയോഗിക്കാനും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള അവസരം ലഭിക്കും. അതുകൊണ്ട് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മത്സരിക്കട്ടെ എന്ന അഭിപ്രായമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുള്ളത്. സ്ഥാനാർത്ഥികളിൽ ഒരാള് അതെന്തെങ്കിലും തരത്തിൽ വോട്ടുകൾ അല്ല, അതൊക്കെ പഴയൊരു കാര്യമല്ലേ. അദ്ദേഹം ഞങ്ങളുടെ ഭാഗമല്ലാതെ ആയിട്ട് എത്ര നാളായി. വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂടി കിട്ടുകയാണ് നിലമ്പൂരിലുള്ള CPM പ്രവർത്തകർക്ക്, ഇടതു പ്രവർത്തകർക്ക്. അത് വലിയൊരു ആവേശമാകുമെന്നും തോന്നുന്നുണ്ടോ? അതും ഒരു ആവേശം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച അനുഭവം ഇവിടെയുണ്ട്. എന്നാൽ കുറച്ച് നാളായിട്ട്, ഒരു 3 തെരഞ്ഞെടുപ്പായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഈ നാട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. LDF പ്രവർത്തകർക്ക് സ്വാഭാവികമായിട്ട് ഇതും ഒരു ആവേശകാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. കവി സച്ചിദാനന്ദൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നിലമ്പൂരിലായിരുന്നുവെങ്കിൽ അങ്ങേക്ക് വോട്ട് ചെയ്യുമെന്നായിരുന്നു. ആശാസമരവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിനെതിരെ വിമർശനം തുടരുന്നതിനിടയിലാണ് താങ്കളെ യുദ്ധവിരുദ്ധ നിലപാടിന്റെ പേരിൽ ഒരു വോട്ട് അഭ്യർത്ഥിക്കുന്നത് താങ്കൾക്ക് വേണ്ടി. സച്ചിദാനന്ദൻ ഞങ്ങളൊക്കെ കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ എത്ര കവിതകളാണ് ആ കാലത്ത് ഞങ്ങളുടെ ചിന്തകൾക്ക് വഴികാട്ടിയിട്ടുള്ളതെന്ന് പറയാനാവില്ല. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ആത്മകഥയൊക്കെ ഇപ്പോഴും എന്റെ നാവിൽ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങളെങ്കിലും നഷ്ടമാകുന്നില്ലല്ലോ എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് കവിതകൾ. അതുപോലെ തന്നെ എല്ലാം മറക്കുന്നവനെന്നൊരു കവിത, സുഗന്ധ രാജ്യത്തെ ഹ്വാത്സ എന്ന ചെറുപ്പക്കാരന് മറവി രോഗം ബാധിച്ചു എന്നാരംഭിക്കുന്ന ഒരു കവിതയുണ്ട്. അങ്ങനെ ഒരുപാട് കവിതകൾ, ഒരുപാട് കവിതകൾ. ഇവിടെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ആ കവിതയെക്കുറിച്ച് തന്നെ നമുക്ക് മണിക്കൂറുകൾ സംസാരിക്കാൻ കഴിയും. അപ്പോൾ മലയാള കാവ്യ മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവും ഊർജവും നൽകിയ ഒരു കാലത്ത് ഇപ്പോഴും ക്യാമ്പസുകളിലും യുവജനങ്ങളുടെ ഇടയിലും ചിന്തിക്കുന്നവരിലൊക്കെ അഗ്നി പടർത്തിയ ഒരു കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലഭിക്കാവുന്ന അംഗീകാരത്തിന്റെ ഏറ്റവും ഉയർന്നതാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദനെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കവിതകളെ പഴയതുപോലെ തന്നെ ഹൃദയത്തോട് ചേർക്കുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പറയുന്നവരെ ഞാനത് അറിഞ്ഞിട്ടില്ല. നവമാധ്യമങ്ങളൊന്നും അങ്ങനെ ഈ തിരക്കുകൾക്കിടയിൽ